PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 പല എക്സാമുകളിലായി ചോദിച്ചിട്ടുള്ള 100 ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് റിവിഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്? What is the minimum maturity period of certificate of deposit issued by banks? Options 1 to 14 days, 7 days to 1 year, 10 to 15 days, 15 to 30 days. 2024 ഓഗസ്റ്റ് 25 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഉത്തരം വരുന്നത് 7 days to 1 year. ബാങ്കുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ ചുരുങ്ങിയ മെച്യൂരിറ്റി കാലയളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, 7 days to 1 year. വാട്ട് ഈസ് ദ എക്സ്പോഷർ ലിമിറ്റ് ടു എ സിംഗിൾ ബോറോവർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? വാട്ട് ഈസ് ദ എക്സ്പോഷർ ലിമിറ്റ് ടു എ സിംഗിൾ ബോറോവർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? ഒരു വായ്പക്കാരന് നൽകാവുന്ന പരമാവധി വായ്പ തുക അർബൻ സഹകരണ ബാങ്കുകളിൽ എത്രയാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ₹40 lakhs, ₹75 lakhs, ₹25 lakhs, 15% ഓഫ് ദ ടയർ 1 ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്. ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 15% ഓഫ് ദ ടയർ 1 ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ ടയർ 1 ക്യാപിറ്റലിൻ്റെ 15% ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു വായ്പക്കാരന് നൽകാവുന്ന പരമാവധി വായ്പത്തുക. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ടി ഓഫ് എ ചെക്ക്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ടി ഓഫ് എ ചെക്ക്? ഡ്രോയർ, ഡ്രോയി, പേയി, ഹോൾഡർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ഹോൾഡർ. ചെക്കിന് 3 പാർട്ടീസാണുള്ളത്, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഹോൾഡർ ചെക്കിൻ്റെ പാർട്ടീസിൽ വരുന്നതല്ല. അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, എ ഡാഷ് ഈസ് എ ബാങ്ക് ദാറ്റ് ഓഫേഴ്സ് ബാങ്കിങ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. എ ഡാഷ് ഈസ് എ ബാങ്ക് ദാറ്റ് ഓഫേഴ്സ് ബാങ്കിങ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. ഓപ്ഷൻസ് ഇ ബാങ്കിങ്, മോഡേൺ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, വിർച്വൽ ബാങ്കിങ്. ഇലക്ട്രോണിക്സ് ചാനലുകളിലൂടെ ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇ ബാങ്കിങ്. ഡാഷ് enable banks to understand their customers and their financial dealings better, which in turn help them to manage their risk. Dash enable banks to understand their customers and their financial dealings better, which in turn help them to manage their risk. Options KYC procedure, IRAC norms, AMC guidelines, CFT guidelines. ചോദ്യം എന്ന് പറയുന്നത്, ബാങ്ക് അവരുടെ കസ്റ്റമറെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കുന്നതിനും അതിലൂടെ ബാങ്കുകളുടെ റിസ്ക് നിയന്ത്രിക്കുന്നതിനും താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, KYC പ്രൊസീജിയർ. KYC പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് ബാങ്കുകൾക്ക് അവരുടെ ഇടപാടുകാരെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കുന്നതിനും അതിലൂടെ ബാങ്കുകളുടെ റിസ്ക് നിയന്ത്രിക്കുന്നതിനും സാധിക്കുന്നു. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് STCCS? Who was the chairman of the task force appointed by Government of India to analyze the problems of STCCS? Options Gadgil, വൈദ്യനാഥൻ, ഖുസ്രു, ബ്രഹ്മപ്രകാശ്. STCCS എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറാണ്. അതായത് ഹ്രസ്വകാല സഹകരണ വായ്പാ ഘടനയുടെ പ്രശ്നങ്ങൾ വിശകലനം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈദ്യനാഥൻ. വൈദ്യനാഥൻ വാസ് ദ ചെയർമാൻ ഓഫ് ദി ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് STCCS. ഡാഷ് റെഗുലേറ്റ്സ് ദ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ് RBI, സെബി, സിഡ്ബി, സിബിൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെബി. മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ
മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കുന്നത് സെബിയാണ്. സെബിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി നിലവിൽ വന്നത് 1988 സെബി ആക്ട് നിലവിൽ വന്നത് 1992 സിഡ്ബി എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിബിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. ഓപ്ഷൻസ് പ്രിൻസിപ്പാൾ ഏജൻറ്റ്, ഏജൻറ്റ് പ്രിൻസിപ്പാൾ, ബെയ്ലി ബെയ്ലർ, ബെയ്ലർ ബെയ്ലി. വാല്യുബിൾസിൻ്റെ സേഫ് കസ്റ്റഡി അതായത് വിലപിടിപ്പുള്ള സാധനങ്ങളുടെ സുരക്ഷിത സൂക്ഷിപ്പിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബെയ്ലി ആൻഡ് ബെയ്ലർ. ബാങ്ക് ബെയ്ലിയും കസ്റ്റമർ ബെയ്ലറുമാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം. ഓപ്ഷൻസ് 1 March 1966, 16 March 1949, 15 March 1962, 1 April 1982. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടി ആപ്ലിക്കബിൾ ആയത് ഏത് ഡേറ്റ് മുതൽ ആണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 March 1966. 1949 മാർച്ച് 16 ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായിട്ട് മാറിയതും അത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആപ്ലിക്കബിൾ ആയതും 1966. 1966 മാർച്ച് 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടി ആപ്ലിക്കബിൾ ആകുന്നത്. എ സൈസബിൾ പോർഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് ഫോംഡ് ഓഫ്. A sizable portion of the operating profit of cooperative banks is formed of. Options miscellaneous income, interest from loans, interest from investments, none of the above. ചോദ്യം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന ലാഭത്തിൻ്റെ നല്ലൊരു ഭാഗവും രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് ഫ്രം ലോൺസ്. ലോണുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റിൽ നിന്നാണ് സഹകരണ ബാങ്കുകളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒരു വലിയ ഭാഗം രൂപപ്പെടുന്നത്. റുപ്പേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. റുപ്പേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് 2013, 2012, 2016, 2014. റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്ത വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2012. 2012 റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത്. ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് 2014. റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും NPCI ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ. ഓപ്ഷൻസ് റീവാലുവേഷൻ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. ടയർ 2 ക്യാപിറ്റലിൻ്റെ ഘടകം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റൽ റിസർവ്. ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാങ്കുകളുടെ കോർ ക്യാപിറ്റലാണ്. ടയർ 2 ക്യാപിറ്റൽ സപ്ലിമെൻ്ററി ക്യാപിറ്റലാണ്. ടയർ 2 ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നതാണ് റീവാലുവേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്, ജനറൽ ലോൺ ലോസ് റിസർവ്സ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇവയെല്ലാം. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റൽ റിസർവ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. ബാങ്കുകളെ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു കാരണം അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇഫ് NPA ഓഫ് നെറ്റ് അഡ്വാൻസ് എക്സീഡ്സ് 6%. NPA കിട്ടാക്കടം 6% മുകളിലാവുക.
ഇഫ് ഇൻ വർക്കിംഗ് ലോസ് ഫോർ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, തുടർച്ചയായ 2 വർഷങ്ങളിൽ പ്രവർത്തന നഷ്ടമുണ്ടാവുക. ഓപ്ഷൻ സി, ഇഫ് ദ ബാങ്ക് ഹാസ് നോട്ട് ഡിക്ലെയർഡ് ഡിവിഡൻഡ് ഫോർ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, തുടർച്ചയായ 2 വർഷങ്ങളിൽ ലാഭവിഹിതം പ്രഖ്യാപിക്കാതിരിക്കുക. ഓപ്ഷൻ ഡി, ഇഫ് CRAR ഈസ് ലെസ് ദാൻ 9%. CRAR ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 9% താഴെയാവുക. ഇതിലേതാണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിന് കാരണമല്ലാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇഫ് ദ ബാങ്ക് ഹാസ് നോട്ട് ഡിക്ലെയർഡ് ഡിവിഡൻഡ് ഫോർ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, തുടർച്ചയായ 2 വർഷങ്ങളിൽ ലാഭവിഹിതം പ്രഖ്യാപിക്കാതിരിക്കുക. അത് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിലേക്ക് ബാങ്കുകളെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണമല്ല. ബാക്കി 3ഉം ഇതിന് കാരണമാണ്. അതായത് ബാങ്കുകളുടെ NPA 6% മുകളിലാവരുത്, CRAR 9% താഴെയാവരുത്, തുടർച്ചയായ 2 വർഷങ്ങളിൽ പ്രവർത്തന നഷ്ടം ഉണ്ടാവരുത്. അടുത്ത ചോദ്യം, ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് സൂപ്പർസീഡഡ് ബൈ ദ RBI, the maximum term of office of the administrator appointed by RBI will be. If the board of directors of an urban cooperative bank is superseded by the RBI, the maximum term of office of the administrator appointed by RBI will be. Options 6 months, 1 year, 2 years, 5 years. ചോദ്യം എന്താണ്? ഒരു അർബൻ സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിരിച്ചുവിട്ട ശേഷം നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ലഭിക്കുന്ന പരമാവധി കാലാവധി, അതായത് ഔദ്യോഗിക കാലം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 years. ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. Dash is used to protect the interest of the depositors of cooperative banks. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണ് ഡാഷ് ഉപയോഗിക്കുന്നത്. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് SLR, CRR, ഡെഫ്, ക്യാപിറ്റൽ ഫണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, SLR. SLR മീൻസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ബാങ്കുകൾ അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം SLR ആയിട്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. RBIയുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ശതമാനമാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. RBI പെർമിഷൻ ഈസ് റിക്വയർഡ് ബൈ എ കോപ്പറേറ്റീവ് ബാങ്ക്സ്. RBI പെർമിഷൻ ഈസ് റിക്വയർഡ് ബൈ എ കോപ്പറേറ്റീവ് ബാങ്ക്. ഓപ്ഷൻസ്: ടു ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച്, to shift the branch from one place to another place, both A and B, neither A or B. ഒരു സഹകരണ ബാങ്കിന് RBIയുടെ അനുമതി ആവശ്യമായി വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ടു ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച്, ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ. ടു ഷിഫ്റ്റ് ദ ബ്രാഞ്ച് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബ്രാഞ്ച് മാറ്റുമ്പോൾ. ഓപ്ഷൻ സി ബോത്ത് A ആൻഡ് B. ഓപ്ഷൻ ഡി നെയ്തർ A nor B. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോത്ത് A ആൻഡ് B. ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനും നിലവിലുള്ള ഓഫീസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും RBIയുടെ പെർമിഷൻ സഹകരണ ബാങ്കുകൾക്ക് വേണം. ബിസിനസ് കറസ്പോണ്ടൻറ്റ് മീൻസ് ഓപ്ഷൻസ്: an agent who provides banking services, an agent of business house, a type of money lender, an agent for delivery of bank letters. ബിസിനസ് കറസ്പോണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്, an agent who provides banking services. ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻറ്റിനെയാണ് ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ. ഓപ്ഷൻസ്: മന്ത്ലി ബേസിസ്, ബൈ മന്ത്ലി ബേസിസ്, ക്വാർട്ടർലി ബേസിസ്, ഹാഫ് ഇയർലി ബേസിസ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ കോമ്പൗണ്ട് ചെയ്യുന്ന എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ക്വാർട്ടർലി ബേസിസ്, 3 മാസം കൂടുമ്പോഴാണ്. അടുത്ത ചോദ്യം: വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് അക്കൗണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് അക്കൗണ്ട്. ഓപ്ഷൻസ്: കറൻറ്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്.
ഏത് അക്കൗണ്ട് ഹോൾഡർക്കാണ് തൻ്റെ അക്കൗണ്ടിൽ നിന്നും തുക ഓവർഡ്രോ ചെയ്യാൻ കഴിയുക? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, കറൻറ്റ് അക്കൗണ്ട് ഹോൾഡർ. നമുക്കറിയാം ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കറൻറ്റ് അക്കൗണ്ട് ഹോൾഡർക്കാണ്. കറൻറ്റ് അക്കൗണ്ട് നോർമലി യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സാണ്. ഡാഷ് ഈസ് എ ഡേറ്റ് എൻറ്റേർഡ് ഓൺ എ ചെക്ക് ദാറ്റ് ഈസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ദ ചെക്ക്. ഡാഷ് ഈസ് എ ഡേറ്റ് എൻറ്റേർഡ് ഓൺ എ ചെക്ക് ദാറ്റ് ഈസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ദ ചെക്ക്. പോസ്റ്റ് ഡേറ്റഡ്, ആൻറ്റി ഡേറ്റഡ്, സ്റ്റെയിൽ, നൺ ഓഫ് ദ എബവ്. ചെക്ക് എഴുതുന്ന തീയതിക്ക് മുമ്പുള്ള ഒരു തീയതി ചെക്കിൽ എഴുതി ചേർക്കുന്നത് എന്ത് തരം ചെക്കാണ്? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ചെക്ക് എഴുതുന്നതിന് തീയതിക്ക് മുമ്പുള്ള ഒരു തീയതി ചെക്കിൽ എഴുതിയാൽ ആ ഒരു ഡേറ്റിലുള്ള ചെക്കിനെ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന ഒരു ഡേറ്റാണ് എഴുതുന്നതെങ്കിൽ അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. സ്റ്റെയിൽ ചെക്ക് എന്ന് വെച്ചാൽ സർക്കുലേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ചെക്കുകളാണ്. അതായത് 3 മാസമാണ് ഒരു ചെക്കിൻ്റെ കാലാവധി. 3 മാസം കഴിഞ്ഞ ചെക്കുകളെയാണ്, ആ എക്സ്പയർ ആയിട്ടുള്ള ചെക്കുകളെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് PMFBY. എക്സ്പാൻഷൻ ഓഫ് PMFBY ഈസ് ഓപ്ഷൻസ് പ്രധാൻ മന്ത്രി ഫാമേഴ്സ് ബാങ്കിംഗ് യോജന, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് ഫാമേഴ്സ് ബെനഫിറ്റ് യോജന, നൺ ഓഫ് ദ എബവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. PMFBY ഈസ് പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? ഓപ്ഷൻസ് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, ജില്ലാ ലോണീസ് ഗ്രൂപ്പ്, ജോയിൻറ്റ് ലെൻഡേഴ്സ് ഗ്രൂപ്പ്, ജാൻ ലയബിലിറ്റി ഗ്രൂപ്പ്. JLG ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. നോമിനേഷൻ ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ ദ ഫോളോവിങ് അക്കൗണ്ട്സ്. നോമിനേഷൻ ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ ദ ഫോളോവിങ് അക്കൗണ്ട്സ്. ഓപ്ഷൻസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഓൾ ഓഫ് ദ എബവ്. നോമിനേഷൻ ഫെസിലിറ്റി താഴെ പറയുന്ന ഏത് അക്കൗണ്ടിനാണ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനും റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വാട്ട് ഈസ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന? വാട്ട് ഈസ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന? ഓപ്ഷൻസ് എ ലൈഫ് ഇൻഷുറൻസ് അപ് ടു ₹2 lakhs പേയബിൾ ഓൺ നോർമൽ ഡെത്ത്, accident insurance scheme announced by Government of India, both A and B, basic savings bank account with zero balance. ഈ പറഞ്ഞതിൽ പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. എ ലൈഫ് ഇൻഷുറൻസ് അപ് ടു ₹2 lakhs പേയബിൾ ഓൺ നോർമൽ ഡെത്ത്. പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജനയാണെങ്കിൽ അതാണ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. 2 ലക്ഷം രൂപ വരെ നോർമൽ ഡെത്തിന് കൊടുക്കാറുണ്ട്. വാട്ട് ഈസ് മീൻഡ് ബൈ ആധാർ സീഡിംഗ്? വാട്ട് ഈസ് മീൻഡ് ബൈ ആധാർ സീഡിംഗ്? ഓപ്ഷൻസ് ഇഷ്യൂവൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ, ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്, പ്രൊഡ്യൂസിംഗ് ആധാർ ഫോർ എനി പർപ്പസ്, നൺ ഓഫ് ദ എബവ്. ആധാർ സീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എ ബാങ്ക് ഫോർ മാക്സിമം ടെനർ ഓഫ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എ ബാങ്ക് ഫോർ മാക്സിമം ടെനർ ഓഫ്. ഓപ്ഷൻസ് 5 years, 10 years, 8 years, നോ സച്ച് ഇൻസ്ട്രക്ഷൻ. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മാക്സിമം ടെനറാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10 years. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം 7 ദിവസമാണ്, മാക്സിമം ടെനർ 10 വർഷമാണ്. MGNREGS സ്റ്റാൻഡ്സ് ഫോർ. MGNREGS സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, മഹാത്മാഗാന്ധി ന്യൂട്രീഷൻ ആൻഡ് റൂറൽ എനർജി ജനറേഷൻ സ്കീം, നൺ ഓഫ് ദ എബവ്. MGNREGS
സ്റ്റാൻഡ് ചെയ്യുന്ന എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. Under prudential norms, loan assets of banks are classified into options substandard, poor, doubtful, loss. Option B standard, substandard, doubtful, loss. Option C standard, doubtful 1, doubtful 2, loss. Option D none of the above. ലോൺ അസറ്റ്സ് ഓഫ് ബാങ്കിൻ്റെ ലോൺ അസറ്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. എന്നാൽ NBA ക്ലാസിഫിക്കേഷനാണ് ചോദിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നില്ല, സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും ലോസ് അസറ്റുമാണ് വരുന്നത്. പിൻ ഇൻ സ്മാർട്ട് കാർഡ് ഈസ് കോൾഡ് ഓപ്ഷൻസ് പെർമനൻറ്റ് ഇൻഡെക്സ് നമ്പർ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പേഴ്സണൽ ഇൻഡെക്സ് നമ്പർ, പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. സ്മാർട്ട് കാർഡിലെ പിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. പിൻ മീൻസ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ബൈ നൗ പേ നൗ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഓപ്ഷൻസ് ഡെബിറ്റ് കാർഡ്, വോൾട്ട് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇലക്ട്രോണിക് പഴ്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെബിറ്റ് കാർഡ്. ബൈ നൗ പേ നൗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് കാർഡിനെയാണ്. ത്രൂ മൊബൈൽ ബാങ്കിങ് കസ്റ്റമർ ക്യാൻ അവെയിൽ ദ ഫെസിലിറ്റി ഓഫ് ഓപ്ഷൻസ് ബാലൻസ് എൻക്വയറി, ക്രെഡിറ്റ് സർവീസസ്, ഫണ്ട്സ് ട്രാൻസ്ഫർ, ട്രാൻസാക്ഷൻ ഓഫ് ക്രെഡിറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്റ് സർവീസസ്. മൊബൈൽ ബാങ്കിംഗ് വഴി കസ്റ്റമർക്ക് അവൈലബിൾ അല്ലാത്ത ഫെസിലിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രെഡിറ്റ് സർവീസസ്. ഡിമാറ്റ് റെഫേഴ്സ് ടു ഓപ്ഷൻസ് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർസ് ഇൻറ്റു ആൻ ഇലക്ട്രോണിക് ഫോം. വൺസ് കൺവേർട്ടഡ് ദ ഷെയർസ് ആർ ഹെൽഡ് ഇൻ എ ഡിമാറ്റ് അക്കൗണ്ട്. The shares will become interchangeable, identical and fungible assets after demat. All the above. ഇതിൽ ഡിമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബവ്. മറ്റ് 3 പ്രസ്താവനകളും ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബവ്. പവർ ഓഫ് അറ്റോർണി ഷുഡ് ബി ഓപ്ഷൻസ് നോട്ടറൈസ്ഡ്, രജിസ്റ്റേർഡ്, നോട്ടറൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ്, നോട്ടറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോട്ടറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡയറക്റ്റ് ചാനൽ ബട്ട് നോട്ട് എ റിമോട്ട് ചാനൽ ഇൻ ബാങ്കിങ്? Which of the following is a direct channel but not a remote channel in banking? Options ATM, branch, mobile banking, internet banking. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രാഞ്ച്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബാങ്കിങ്ങിലെ നേരിട്ടുള്ള ചാനൽ, അതായത് ദൂരെ നിന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ചാനൽ അല്ലാത്തത്? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ബ്രാഞ്ച് ചാനൽ. ബ്രാഞ്ച് നേരിട്ടുള്ള ചാനലാണ്. IDBI began as a subsidiary of options RBI, NCDC, ICICI, IFCI. ഉത്തരം ഓപ്ഷൻ എ ആണ്, RBI. IDBI RBIയുടെ ഉപസ്ഥാപനമായിട്ടാണ് ആരംഭിച്ചത്. ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓപ്ഷൻസ് ബാങ്കർ, ക്രെഡിറ്റർ, ഡെറ്റർ, ഏജൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്രോയർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ക്രെഡിറ്റർ. ക്യാഷ് കിട്ടാനുള്ള ആളാണ് ബില്ല് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ക്രെഡിറ്ററാണ്. ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് ആൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് ആൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. ഓപ്ഷൻസ് സാൻസ് ഫ്രേസ്, സാൻസ് റീകോസ്, ഫാക്കൾട്ടേറ്റീവ്, പെർപ്രോ. ഏത് എൻഡോഴ്സ്മെൻറ്റിലാണ്
അംഗീകൃതമായിട്ട് ഒരു ഏജൻറ്റ് ഒപ്പിടുകയും വ്യക്തിപരമായ ബാധ്യതയിൽ നിന്നും സ്വയം ഒഴിവാക്കുകയും ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പെർ പ്രോ എൻഡോഴ്സ്മെൻറ്റ്. പെർ പ്രോ എൻഡോഴ്സ്മെൻറ്റിൽ എൻഡോഴ്സർക്ക് വേണ്ടിയിട്ട് ഏജൻ്റാണ് സൈൻ ചെയ്യുന്നത്. എന്നാൽ ഏജൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുകയില്ല, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദ ബാക്ക് ഓഫ് എ ചെക്ക്. Usually, the signature of dash is seen on the back of a check. Options: payee, drawer, drawee, banker. സാധാരണയായി ഒരു ചെക്കിൻ്റെ പുറകുവശത്ത് ഒപ്പിടുന്നത് ഡാഷ് ആണ്. ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, പേയീ. എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: കൈറ്റ് ബിൽ, ടൈം ബിൽ, എസ്ക്രോ, ട്രേഡ് ബിൽ. ഭാവിയിലുള്ള ഒരു തീയതിയിൽ അടയ്ക്കേണ്ട ഒരു ബില്ലിനെ എന്താണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടൈം ബിൽ. ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം അല്ലെങ്കിൽ ടൈമിന് ശേഷം അടയ്ക്കേണ്ട ബില്ലിനെ ടൈം ബിൽ എന്നും ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതിനെ ഡിമാൻഡ് ബില്ല് എന്നും പറയുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI consist of dash members 10, 15, 5, 6. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 6. The proposal of bad bank scheme was submitted by. The proposal of bad bank scheme was submitted by. Options: SBI, Niti Aayog, NABARD, IBA. ബാഡ് ബാങ്ക് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, IBA. ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ്. ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ്. ഓപ്ഷൻസ്: ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, കറൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, എൻഡോമെൻറ്റ് അക്കൗണ്ട്. താഴെ പറയുന്നവയിൽ ഏത് അക്കൗണ്ടിലാണ് ബാലൻസ് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രെഡിറ്റ് കാർഡ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് വിച്ച് ഡിനോട്ട്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് വിച്ച് ഡിനോട്ട്സ്. ഓപ്ഷൻസ്: ടൈപ്സ് ഓഫ് ലോൺ, ഗ്യാരണ്ടി, ഇൻഫർമേഷൻ ടു പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, ഇൻഫർമേഷൻ ടു ബാങ്ക് ബാലൻസ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ LC എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗ്യാരണ്ടി. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ. ഓപ്ഷൻസ്: ഇറ്റലി, ജർമ്മനി, UK, USA. ഒരു നിക്ഷേപ നയമായ വെഞ്ചർ ക്യാപിറ്റൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, USA. പോയിന്റ് ഓഫ് സെയിൽ POS terminal deals dash of the following. Point of sale terminal deals dash of the following. Options: gift card and credit card, credit card only, debit card only, credit, debit and gift card. POS ടെർമിനൽ താഴെ പറയുന്നവയിൽ ഏതാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്രെഡിറ്റ്, ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്. Technology changes is a dash type of risk in bank. Technology change is a dash type of risk in a bank. Options: liquidity risk, operational risk, strategic risk, market risk. സാങ്കേതികപരമായിട്ടുള്ള മാറ്റം ബാങ്കുകളിൽ താഴെ പറയുന്ന ഏത് റിസ്ക് ആണ് വരുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷണൽ റിസ്ക്, പ്രവർത്തനപരമായിട്ടുള്ള റിസ്ക്. Which of the following is not a style of creditor? Which of the following is not a style of creditor? താഴെ പറയുന്നവയിൽ വായ്പാ രീതി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓർഡിനറി ലോൺ, ഡിസ്കൗണ്ടിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിസോണറിംഗ് ഓഫ് ബിൽസ്, FD ലോൺ. ഉത്തരം ഓപ്ഷൻ സി, ഡിസോണറിംഗ് ഓഫ് ബിൽസ്. ബാക്കി മൂന്നും വായ്പാ രീതികളാണ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് ആണ്. Suvidha is a loan scheme introduced by Dash Bank. Suvidha is a loan scheme introduced by Dash Bank. Options: NABARD, SBI,
കേരള ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്. സുവിധ എന്നത് ഏത് ബാങ്ക് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ സി കേരള ബാങ്ക്. കേരള ബാങ്കിൻ്റെ ലോൺ സ്കീമാണ് സുവിധ. ഹൗ മെനി ലോക്കൽ ബോർഡ് ഡസ് RBI ഹാവ്? ഹൗ മെനി ലോക്കൽ ബോർഡ് ഡസ് RBI ഹാവ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എത്ര ലോക്കൽ ബോർഡുകൾ ഉണ്ട്? ഓപ്ഷൻസ് 5, 6, 7, 4. ഉത്തരം ഓപ്ഷൻ ഡി 4. Ways and Means Advance introduced by RBI which comes under dash section of RBI Act. Ways and Means Advance introduced by RBI which comes under dash section of RBI Act. Options 21, 22, 17 subsection 5, 18 subsection 3. RBI introduce ചെയ്തിട്ടുള്ള വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് RBI ആക്ടിൻ്റെ ഏത് വകുപ്പിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 17 സബ്സെക്ഷൻ 5. ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻസ് ദിനേശ് കുമാർ ഖാര, അശ്വനി കുമാർ തേവാരി, സ്വാമിനാഥൻ ജെ, CS ഷെട്ടി. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഓപ്ഷനിലില്ല. ഉത്തരം വരുന്നത് ചല്ല ശ്രീനിവാസലു ഷെട്ടി. ഡാഷ് ഈസ് ദ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻഷ്യൽ വാച്ച് ഡോഗ്. ഡാഷ് ഈസ് ദ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് വാച്ച് ഡോഗ്. ഓപ്ഷൻസ് സ്വിഫ്റ്റ്, IDA, UNO, FATF. അന്തർദേശീയ തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധന ഇടപാട് തുടങ്ങിയവ നിരീക്ഷിക്കുന്ന ഏജൻസി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ബാങ്ക്സ് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസസ് ടു ദെയർ കസ്റ്റമേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഡാഷ് ഫംഗ്ഷൻ. ബാങ്ക്സ് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസസ് ടു ദെയർ കസ്റ്റമേഴ്സ് as a part of dash function. ഏജൻസി സർവീസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസ്, ഓർഡിനറി സർവീസ്, പ്രൈമറി ഫംഗ്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജനറൽ യൂട്ടിലിറ്റി സർവീസ്. ടാക്സ് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസിന് ഉദാഹരണമാണ്. സെലക്ട് എ റോങ് വൺ റിലേറ്റഡ് ടു പേയ്മെൻറ്റ്സ് ബാങ്ക്. പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട തെറ്റായ കാര്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ്, അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഹൈ ക്രെഡിറ്റ് റിസ്ക്, രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈ ക്രെഡിറ്റ് റിസ്ക്. പേയ്മെൻറ്റ്സ് ബാങ്കുകൾ കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ ക്രെഡിറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ലോ ക്രെഡിറ്റ് റിസ്ക് ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹൈ ക്രെഡിറ്റ് റിസ്ക്. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈ ക്രെഡിറ്റ് റിസ്ക്. എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഈസ് കോൾഡ്. എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് കൈറ്റ് ബിൽ, എസ്ക്രോ, ട്രേഡ് ബിൽ, യൂസൻസ് ബിൽ. സ്വാഭാവികമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി പുറപ്പെടുവിക്കുന്ന ബില്ല്. ഉത്തരം ഓപ്ഷൻ ബി, എസ്ക്രോ. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ഭീം ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ NPCI ടു ബ്രിങ് ഇൻ. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ NPCI ടു ബ്രിങ് ഇൻ. ഓപ്ഷൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, റെഡ്യൂസ് NBA, സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്, ആൻറ്റി മണി ലോണ്ടറിംഗ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. NPCI വികസിപ്പിച്ചെടുത്ത ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി അല്ലെങ്കിൽ ഭീം ആപ്പ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത്. വെൻ വാസ് സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ്? വെൻ വാസ് സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ്? സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. ഓപ്ഷൻ എ 1973, 1976, 1974, 1979. സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ ആണ്, 1973, 1973 സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. റീറ്റെയിൽ ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ്.
retail banking is also called? Options: internet banking, consumer banking, deposit banking, modern banking. റീറ്റെയിൽ ബാങ്കിങ്ങിനെ എന്താണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ്ങിനെ പറയുന്ന മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺസ്യൂമർ ബാങ്കിങ്. ഇൻ എ പ്രൊമിസറി നോട്ട് ദ പേഴ്സൺ ഹൂ സൈൻസ് ദ ഡോക്യുമെൻറ്റ് ഈസ്. ഇൻ എ പ്രൊമിസറി നോട്ട് ദ പേഴ്സൺ ഹൂ സൈൻസ് ദ ഡോക്യുമെൻറ്റ് ഈസ്. ഓപ്ഷൻ: പ്രോമിസി, പ്രോമിസർ, പേയി, ഡ്രോയി. പ്രൊമിസറി നോട്ടിൽ സൈൻ ചെയ്യുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, പ്രോമിസർ. അതായത് പ്രൊമിസറി നോട്ടിൽ ഡെറ്ററാണ് സൈൻ ചെയ്യേണ്ടത്. ക്യാഷ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്ന ആളുടെ സിഗ്നേച്ചറാണ് പ്രൊമിസറി നോട്ടിൽ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി, പ്രോമിസർ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഹു ഗീവ്സ് ആൻഡ് വൺ ഹു ടേക്സ് ദ പവർ ഓഫ് അറ്റോർണി ഈസ്. The relationship between one who gives and one who takes power of attorney is. Options: bailey bailor, lesser lessee, donor donee, principal agent. പവർ ഓഫ് അറ്റോർണി നൽകുന്ന ആളും ഏറ്റെടുക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡോണർ ഡോണി. Section 6 of India's Hindu Minority and Guardianship Act 1956 provides that the natural guardian of a Hindu minor boy is. Section 6 of India's Hindu Minority and Guardianship Act 1956 provides that the natural guardian of a Hindu minor boy is. Option: mother, father, father or mother, brother. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫാദർ. ഡാഷ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഡാഷ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ബിൽസ്, ചെക്ക്, ഡി ഡി, ടേം ഡെപ്പോസിറ്റ്, റെസീറ്റ്. തന്നിരിക്കുന്നതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ടേം ഡെപ്പോസിറ്റ്, റെസീറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെസീറ്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അല്ല. A check issued with a future date is called. A check issued with a future date is called. Options: stale check, post dated check, mutilated check, antedated check. ഉത്തരം ഓപ്ഷൻ ബി, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഭാവി ദിവസ തീയതിയോട് കൂടി നൽകുന്ന ചെക്കിനെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുന്നത്. DICGC provides guarantee for deposits up to. DICGC provides guarantee for deposits up to rupees 5 lakh, rupees 3 lakhs, rupees 2 lakhs, rupees 1 lakh. എത്ര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കാണ് DICGC ഗ്യാരണ്ടി നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, rupees 5 lakhs. Dash is drawn and acknowledged by the drawer and drawee without having any consideration. Dash is drawn and acknowledged by the drawer and drawee without having any consideration. Options: accommodation bill, bill of exchange, demand promissory note, all of the above. ഡ്രോയറും ഡ്രോയിയും കൂടി തയ്യാറാക്കി അംഗീകരിച്ചതും പ്രത്യേകിച്ച് ഉപാധികളൊന്നും ഇല്ലാത്തതുമായ ബില്ലിനെ എന്താണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അക്കോമഡേഷൻ ബില്ല്. Rupee, the indigenous card scheme is created by. Rupee, the indigenous card scheme is created by NAC, RBI, NABARD, NPCI. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, NPCI. റുപ്പേ കാർഡ് ക്രിയേറ്റ് ചെയ്തത് NPCI ആണ്. ഡാഷ് ഈസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ഡാഷ് ഈസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ഓപ്ഷൻസ്: സെക്യൂരിറ്റി ഓഫ് അസറ്റ്, സെക്യൂരിറ്റി ഓഫ് ഷെയർസ്, ഗുഡ്സ് പ്ലെഡ്ജ്ഡ്, സപ്ലൈ ബിൽസ്. അതായത് സുരക്ഷിതമായ ഈട് എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്യൂരിറ്റി ഓഫ് അസറ്റ്. ആസ്തി വെച്ചിട്ടുള്ള സെക്യൂരിറ്റിയാണ് കൊളാട്രൽ സെക്യൂരിറ്റി. ഡാഷ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ഡാഷ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ഓപ്ഷൻസ്: ബാങ്ക് റേറ്റ്, ഡയറക്റ്റ് ആക്ഷൻ, നോട്ട് ഇഷ്യൂ, റാഷനിങ് ക്രെഡിറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലാത്തതേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നോട്ട് ഇഷ്യൂ.
ബാങ്ക് റേറ്റും ഡയറക്റ്റ് ആക്ഷനും റാഷനിങ് ഓഫ് ക്രെഡിറ്റും ഒക്കെ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളാണ്. തന്നിരിക്കുന്നതിൽ നോട്ട് ഇഷ്യൂ ആണ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലാത്തത്. The initial repayment holidays given to borrower for the repayment of a loan is the initial repayment holidays given to a borrower for the repayment of a loan is options amortization, subvention, gap, moratorium. വായ്പ തിരിച്ചടവിന് വേണ്ടി വായ്പക്കാർക്ക് നൽകുന്ന പ്രാരംഭ തിരിച്ചടവ് ഒഴിവ് ദിനങ്ങൾ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൊറട്ടോറിയം. The Committee on Financial System is also known as Dash Committee. The Committee on Financial System is also known as Dash Committee. Options: Shivaraman Committee, Rakesh Mohan Committee, Vaidyanathan Committee, Narasimham Committee. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നരസിംഹം കമ്മിറ്റി. ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയാണ്. സെക്കൻഡ് നരസിംഹം കമ്മിറ്റി അറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്നാണ്. ഇവിടെ ചോദ്യം ഇതായിരുന്നു: ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് നരസിംഹം കമ്മിറ്റി. ഇൻ ദ കേസ് ഓഫ് എ ചെക്ക് ദ ഡ്രോയി വിൽ ഓൾവേസ് ബി എ. ഇൻ ദ കേസ് ഓഫ് എ ചെക്ക് ദ ഡ്രോയി വിൽ ഓൾവേസ് ബി എ. ഓപ്ഷൻസ്: ബാങ്കർ, കസ്റ്റമർ, എൻഡോസർ, ഏജൻറ്റ്. ചെക്കിൻ്റെ കേസിൽ ഡ്രോയി എല്ലായ്പ്പോഴും ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാങ്കർ. ചെക്കിൻ്റെ കേസിൽ ഡ്രോയി എപ്പോഴും ബാങ്കാണ്, ഡ്രോയർ എപ്പോഴും കസ്റ്റമറാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ. നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ 1985, 1986, 1988, 1990. NHB അല്ലെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1988. വാലിഡിറ്റി പീരീഡ് ഓഫ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഡാഷ് മന്ത്സ്. വാലിഡിറ്റി പീരീഡ് ഓഫ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഡാഷ് മന്ത്സ്. ഓപ്ഷൻസ്: 4 months, 2 months, 6 months, 3 months. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡി ഡിയുടെ വാലിഡിറ്റി പീരീഡ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 3 months. ചെക്കിൻ്റെയും ഡി ഡിയുടെയൊക്കെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ പോർട്ട്ഫോളിയോ ഹെൽപ്സ് ദ ബാങ്കർ ടു. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ പോർട്ട്ഫോളിയോ ഹെൽപ്സ് ദ ബാങ്കർ ടു. ഓപ്ഷൻസ്: അട്രാക്റ്റ് ഡെപ്പോസിറ്റ്, എൻഷുർ KYC, റെഡ്യൂസ് റിസ്ക്, ഇൻക്രീസ് പബ്ലിക് കോൺഫിഡൻസ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ പോർട്ട്ഫോളിയോ ബാങ്കിനെ എന്തിനാണ് സഹായിക്കുന്നത്? റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഓർ FATF ഈസ് അറ്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഈസ് അറ്റ്. ഓപ്ഷൻസ്: ജനീവ, ബ്രസൽസ്, ഇംഗ്ലണ്ട്, പാരീസ്. FATFൻ്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാരീസ്. ദ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ FIUIND വാസ് സെറ്റപ്പ് ഇൻ. ദ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ FIUIND വാസ് സെറ്റപ്പ് ഇൻ 2008, 2006, 2004, 2010. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2004. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ FIUIND നിലവിൽ വന്നത് 2004. ഡാഷ് ആർ കൈൻഡ്സ് ഓഫ് ബോണ്ട് ദാറ്റ് ഈസ് റേറ്റഡ് ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് ഹൈ റിസ്ക് സെക്യൂരിറ്റീസ്. ഡാഷ് ആർ കൈൻഡ്സ് ഓഫ് ബോണ്ട് ദാറ്റ് ഈസ് റേറ്റഡ് ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് ഹൈ റിസ്ക് സെക്യൂരിറ്റീസ്. ഓപ്ഷൻസ്: റിസ്ക് ബോണ്ട്, ഹാർഡ് ബോണ്ട്, നോർമൽ ബോണ്ട്, ജങ്ക് ബോണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജങ്ക് ബോണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ്: വിർച്വൽ ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, മാസ് ബാങ്കിങ്, യൂണിവേഴ്സൽ ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിർച്വൽ ബാങ്കിങ്. വാട്ട് ഈസ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? വാട്ട് ഈസ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? ഓപ്ഷൻസ്: ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ്,
ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ്, റെമിറ്റൻസ് ത്രൂ ബാങ്ക്സ്, ഓൾ ഓഫ് ദ എബവ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്. സോഷ്യൽ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പാൻ നമ്പർ ഈസ് റിക്വയർഡ് ഫോർ. പാൻ നമ്പർ ഈസ് റിക്വയർഡ് ഫോർ ഓപ്ഷൻസ് deposits of rupees 50,000 and above, deposits of rupees 25,000 and above, deposits of rupees 1 lakh and above, deposits of rupees 2 lakhs and above. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെപ്പോസിറ്റ്സ് ഓഫ് റുപ്പീസ് 50,000 ആൻഡ് എബവ്. 50,000-നും അതിന് മുകളിലേക്കും ഉള്ള ഡെപ്പോസിറ്റുകൾക്കാണ് പാൻ നമ്പർ ആവശ്യമായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻസ്: RBI is the bank of issue, RBI is bankers bank, RBI does not regulate the flow of credit, RBI act as banker to the government. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, RBI does not regulate the flow of credit. RBI ഫ്ലോ ഓഫ് ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗവർണേഴ്സ് ഓഫ് RBI also served as the finance minister of India? Which of the following governors of RBI also served as the finance minister of India? Options: Amitabh Ghosh, Pranav Mukherjee, Manmohan Singh, Benegal Ramarao. താഴെ തന്നിരിക്കുന്നതിൽ ഏത് RBI ഗവർണറാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൻമോഹൻ സിംഗ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി? റീപ്പോ റേറ്റ്, CRR, SLR, ഓൾ ഓഫ് ദ എബവ്. താഴെ തന്നിരിക്കുന്നവയിൽ മോണിറ്ററി പോളിസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആയത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. റീപ്പോ റേറ്റ്, CRR, SLR ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, മോണിറ്ററി പോളിസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഈസ് മെർജ്ഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ബാങ്ക്? ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഈസ് മെർജ്ഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ബാങ്ക്? ഓപ്ഷൻസ്: ICICI, IDBI, HDFC, ആക്സിസ് ബാങ്ക്. ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഏത് ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ICICI ബാങ്ക്. കാനറ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് ഹാവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഡാഷ് ആൻഡ് ഡാഷ്. കാനറ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് ഹാവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ്. ഓപ്ഷൻസ്: മാംഗ്ലൂർ ആൻഡ് ന്യൂഡൽഹി, ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ, ബോത്ത് ഇൻ മാംഗ്ലൂർ, ബോത്ത് ഇൻ ബാംഗ്ലൂർ. കാനറ ബാങ്കിൻ്റെയും കോർപ്പറേഷൻ ബാങ്കിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ. കാനറ ബാങ്കിൻ്റേത് ബാംഗ്ലൂരും കോർപ്പറേഷൻ ബാങ്കിൻ്റേത് മാംഗ്ലൂരും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? ഓപ്ഷൻസ്: ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC, ലക്ഷ്മി വിലാസ് ബാങ്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലക്ഷ്മി വിലാസ് ബാങ്ക്. IBRD is also known as options: World Bank, Central Bank, Exim Bank, all of the above. IBRD is also known as ഉത്തരം ഓപ്ഷൻ എ ആണ്, വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിനെയാണ് IBRD എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? പ്രൊവൈഡിംഗ് പ്രോജക്റ്റ് ഫിനാൻസ്, സെറ്റിംഗ് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്, ഡിസൈഡിംഗ് CRR റേറ്റ്സ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്. ഈ 4 ഓപ്ഷനുകളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിസൈഡിംഗ് CRR റേറ്റ്സ്. CRR റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് RBI ആണ്, അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ അല്ല. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ?
which is the largest foreign bank in India? Options: HSBC, Citibank, Dutch Bank, Standard Chartered Bank. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫോറിൻ ബാങ്കാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. In case of dash, several banks join together to meet the credit needs of large borrowers. In case of dash, several banks join together to meet the credit needs of large borrowers. Options: joint banking, consortium banking, cluster banking, commercial banking. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺസോർഷ്യം ബാങ്കിങ്. In which year the subsidiaries of SBI were nationalized? In which year the subsidiaries of SBI were nationalized? Options: 1955, 1969, 1965, 1959. SBI subsidiaries nationalize ചെയ്ത വർഷം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1959. Lead bank system was started on the recommendations of Lead bank system was started on the recommendations of options: Nariman Committee, Kelkar Committee, Narasimham Committee, Malhotra Committee. ലീഡ് ബാങ്ക് സ്കീം സ്റ്റാർട്ട് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നരിമാൻ കമ്മിറ്റി. വാട്ട് വാസ് ദ ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദ SLR? What was the first Narasimham Committee recommendation regarding the SLR? Options: to bring it down from 38.5% to 18%, to bring it up from 38.5% to 45%, to bring it down from 38.5% to 25%, to bring it up from 38.5% to 40%. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, SLRുമായിട്ട് ബന്ധപ്പെട്ട് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഫ്രം 38.5% ടു 25%. അതായത് 38.5% നിന്ന് 25% കുറയ്ക്കുക. SLR ഇതാണ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വരുന്നത്. If locker rent is not paid, bank can. If locker rent is not paid, bank can. Options: seal the locker, stop operation of locker, break open the locker, all of the above. ലോക്കർ റെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. ഇഫ് ലോക്കർ റെൻറ്റ് ഈസ് നോട്ട് പെയ്ഡ്, ബാങ്ക് ക്യാൻ സീൽ ദ ലോക്കർ, stop operation of locker, break open the locker. Pledge means dash of goods for purpose of securing a payment of debt or performance of promise. Pledge means dash of goods for purpose of securing a payment of debt or performance of promise. Options: lien, bailment, assignment, mortgage. Pledge എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബെയിൽമെൻറ്റ്. ഡാഷ് ഈസ് ടെർമിനേറ്റഡ് വെൻ ദ ബയർ ഗെറ്റ്സ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഡാഷ് ഈസ് ടെർമിനേറ്റഡ് വെൻ ദ ബയർ ഗെറ്റ്സ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഓപ്ഷൻ: ലീൻ, എഗ്രിമെൻറ്റ്, കണ്ടീഷൻ, വാറൻറ്റി. വാങ്ങുന്നയാൾക്ക് സാധനങ്ങൾ കൈവശം വയ്ക്കാൻ പൂർണ്ണമായ അവകാശം ലഭിക്കുമ്പോൾ എന്താണ് അവസാനിക്കുന്നത്? ഉത്തരം ലീൻ ആണ്, ഓപ്ഷൻ എ, ലീൻ. വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മേ അവാർഡ്? വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മേ അവാർഡ്? ഓപ്ഷൻസ്: ₹5 lakhs, ₹20 lakhs, ₹10 lakhs, ₹1 lakh. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ₹20 lakhs. ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ₹20 lakhs ആണ്. ദ ചാർജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോൺ ആസ്. ദ ചാർജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: പ്ലെഡ്ജ്, മോർഗേജ്, അസൈൻമെൻറ്റ്, ലീൻ.
സ്ഥാവര വസ്തുക്കളിൽ സൃഷ്ടിക്കുന്ന ചാർജ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി മോർഗേജ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്മേലുള്ള ചാർജ് മോർഗേജ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടിന്മേലുള്ള ചാർജ് ഹൈപ്പോത്തിക്കേഷൻ എന്നാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കവേർഡ് ഇൻ ദ ലോ റിസ്ക് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ്? ബാങ്ക് അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കവേർഡ് ഇൻ ദ ലോ റിസ്ക് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ്? ഓപ്ഷൻസ്: പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ, എ സാലറീഡ് എംപ്ലോയി, എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, എ സാലറീഡ് എംപ്ലോയി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ഓപ്ഷൻസ്: ചിട്ടി, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ്, കറണ്ട് ഡെപ്പോസിറ്റ്സ്. ചുവടെ കൊടുത്തതിൽ നിക്ഷേപ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിട്ടി. 2024 പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള 100 ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇത് നല്ലൊരു റിവിഷൻ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.